ഇന്നത്തെ വീഡിയോയിലെ കഥാപാത്രത്തിനെ നമുക്ക് അഞ്ജു എന്ന് വിളിക്കാം. വയസ്സ് 29 അഞ്ജു അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം ഇങ്ങനെ കഴിക്കാറില്ല. ബാഡ്മിൻ്റൺ കളിക്കാൻ പോവാറുണ്ട്. മുഖക്കുരു ഉണ്ടാകുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള ക്രീമും ഉപയോഗിക്കും. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും തടി കുറയുന്നില്ല, മാസമുറ കൃത്യമല്ല, മുഖക്കുരു മാറുന്നില്ല. അവസാനം അഞ്ജുവിന് തോന്നി തുടങ്ങിയത് ഇത് എൻ്റെ തന്നെ അച്ചടക്കക്കുറവിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണോ? ഇത് അഞ്ജുവിനെ മാത്രം കഥയല്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന PCOS എന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അഞ്ജു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള ശത്രുവുമായിട്ടാണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ PCOSനെ കുറിച്ച് കേൾക്കാത്ത ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും, എന്തുകൊണ്ട് വേറെ ആരും ഇതെൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞില്ല എന്ന്. ആദ്യം നമുക്ക് PCOS എന്താന്ന് നോക്കാം. അധികം ആൾക്കാരും PCOSനെ കാണുന്നത് ഓവറീസ് അഥവാ അണ്ഡാശയത്തിൻ്റെ ഒരു അസുഖമായിട്ടാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതല്ല. PCOSൽ വില്ലനാവുന്നത് ഓവറീസ് അല്ല, അത് ആക്ച്വലി ഒരു ഇരയാണ്. PCOSൽ യഥാർത്ഥ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. കാരണം പുതിയ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം പറയുന്നത് PCOS ഉള്ള 50 മുതൽ 70% സ്ത്രീകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു താക്കോലാണെന്ന് വിചാരിക്കുക. രക്തത്തിലുള്ള ഗ്ലൂക്കോസ് പോലത്തെ പോഷകങ്ങളെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ആവശ്യമുള്ള താക്കോൽ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് ഈ പോഷകങ്ങൾക്കൊന്നും കോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. നമ്മുടെ ശരീരം ചെയ്യുന്നത് കൂടുതൽ താക്കോലുകൾ ഉണ്ടാക്കുകയാണ്, അതായത് കൂടുതൽ ഇൻസുലിനെ നിർമ്മിച്ചു തുടങ്ങും. പക്ഷേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഇൻസുലിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവർ അണ്ഡാശയത്തിൽ ടെസ്റ്റോസ്റ്ററോൺ അഥവാ പുരുഷ സെക്സ് ഹോർമോൺ ഉണ്ടാക്കുന്ന ഫാക്ടറിനെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് സ്ത്രീകളുടെ ശരീരത്തിൽ കൂടി വരും. ഇങ്ങനെ കൂടി നിൽക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ ആണ് മുഖക്കുരു ഉണ്ടാക്കുന്നത്, മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്നത്, മാസമുറ തെറ്റിക്കുന്നതും മുഖത്തൊക്കെ അമിത രോമവളർച്ച ഉണ്ടാക്കുന്നതും. ഇവിടെ ഓവറീസ് പ്രവർത്തിക്കുന്നത് അതിന് കിട്ടുന്ന തെറ്റായ സിഗ്നൽ അനുസരിച്ചാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ ആദ്യം ഡോക്ടറെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതുന്നതും ചികിത്സിക്കാൻ നോക്കുന്നതും ഈ പ്രശ്നങ്ങളെയാണ്. അതായത് മുഖക്കുരുവിനുള്ള ക്രീം തരും, മാസമുറ ശരിയാക്കാൻ ഉള്ള ഗുളികകൾ തരും. അതായത് ലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് അധിക ഡോക്ടേഴ്സും തരുന്നത്. പക്ഷേ നമ്മൾ ഇൻസുലിൻ കൂടി പോകുന്ന പ്രശ്നം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള വേരിനെ ചികിത്സിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏകദേശം ടാപ്പ് തുറന്നിട്ടിട്ട് നിലം തുടയ്ക്കുന്നത് പോലെയായിരിക്കും. നിലം എത്ര തുടച്ചു കഴിഞ്ഞാലും ടാപ്പ് അടയ്ക്കാത്തിടത്തോളം വെള്ളം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തുടയ്ക്കുന്നത് നിർത്താൻ സാധിക്കില്ല. PCOS കൃത്യമായിട്ടും ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ടാപ്പ് അടയ്ക്കണം. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. പുതിയ ശാസ്ത്രീയ പഠനങ്ങളിൽ PCOSൻ്റെ മാനേജ്മെൻറ്റിന് പല പുതിയ കാര്യങ്ങളും പറയുന്നുണ്ട്. 2025 പ്രസിദ്ധീകരിച്ചുള്ള ഒരു ലേഖനം പറയുന്നത് നമ്മളുടെ കുടലിലുള്ള ബാക്ടീരിയ PCOSുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ്. PCOS ഉള്ള സ്ത്രീകളിൽ ഈ ഗട്ട് മൈക്രോബയോത്തിൻ്റെ സന്തുലനം തെറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ആ ഇൻഫ്ലമേഷനാണ് പിന്നീട് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് ചെന്നെത്തിക്കുന്നത്. അതായത് ടാപ്പ് വീണ്ടും കുറച്ചും കൂടി ഫോഴ്സ്ഫുള്ളി തുറക്കുന്നത് പോലെയാവും. പക്ഷേ ഇതേ സ്റ്റഡിയിൽ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഓവറീസിന് ആവശ്യമുള്ള ഒരു കോമ്പൗണ്ടാണ് ഇനോസിറ്റോൾ. ചില തരത്തിലുള്ള ഗട്ട് ബാക്ടീരിയ ഈ ഐനോസിറ്റോളിൻ്റെ അളവും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വൻകുടലുള്ള ചില സൂക്ഷ്മാണുക്കൾക്ക് പോലും PCOS ഉണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് ആരാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? ഇനി മറ്റൊരു ശാസ്ത്രീയ പഠനം കൂടി പറയാം. ഇത് 2024 നടത്തിയതാണ്. ഈ സ്റ്റഡിയിൽ ഇവർ പഠിച്ചത് അണ്ഡാശയത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഹോർമോണാണ് AMH. AMH എന്ന് പറഞ്ഞാൽ ആൻറ്റി മുള്ളേരിയൻ ഹോർമോണാണ്. ഈ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് AMHും PCOSും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അതായത് PCOS ഉള്ളവരിൽ AMH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണെന്നല്ല നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. PCOS എന്ന് പറയുന്നത് ഒരൊറ്റ ഓർഗൻ, അതായത് അണ്ഡാശയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് പലതരത്തിലുള്ള ഹോർമോൺസ്, അതിൽ ഇൻസുലിനും ഈസ്ട്രജനും ടെസ്റ്റോസ്റ്ററോണും ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമ്മളുടെ വൻകുടലിലുള്ള ബാക്ടീരിയ, ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മളുടെ ജീവിതശൈലി, ഇതെല്ലാം കൂടിച്ചേർന്നുള്ള ഒരു ശൃംഖലയാണ് PCOSൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര വില കൂടിയിട്ടുള്ള ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ മുഖക്കുരു മാറാത്തതും 1-2 ആഴ്ചകൾ കഴിക്കുന്ന ഗുളിക കൊണ്ടൊന്നും ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറാത്തത്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് PCOSന് വേണ്ടിയിട്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. PCOSൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയ ഏതൊരാൾക്കും
അതിൻ്റെ ചികിത്സ പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. PCOS എന്ന് പറയുന്നത് അമിതവണ്ണമുള്ള സ്ത്രീകൾക്ക് മാത്രം വരുന്നു എന്നുള്ള ധാരണ അതും തെറ്റാണ്. മെലിഞ്ഞ സ്ത്രീകൾക്കും PCOSും ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ ഉണ്ടാവാം. ഇതിനെയാണ് ലീൻ PCOS എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ തടിയില്ലല്ലോ, അതുകൊണ്ട് PCOS എങ്ങനെ വരുന്ന ആലോചിച്ച് അതിനെ അവഗണിക്കരുത്. മറ്റൊരു വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അധിക സ്ത്രീകളും വിചാരിക്കുന്നത് PCOS എന്ന് പറയുന്നത് മാസമുറേൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ്. അങ്ങനെയല്ല. നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് പ്രമേഹം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഫെർട്ടിലിറ്റീനെ പോലും ബാധിക്കാവുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് സ്വയം ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഉപദേശം തേടുന്നത് തന്നെയാണ് നല്ലത്. അഞ്ജുവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം കുറ്റപ്പെടുന്നത് നിർത്തിയിട്ട് അഞ്ജു ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ മാറ്റിവെച്ച് അഞ്ജു ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് കണ്ടത്. നിങ്ങളും അഞ്ജുവിനെ പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് ഈ അസുഖത്തിനെ പോരാടുന്നതിന് പകരം ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടുക. ഡോഫോഡിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗൈനക്കോളജിസ്റ്റുമായി സുരക്ഷിതമായിട്ടും സ്വകാര്യമായിട്ടും PCOSൻ്റെ ചികിത്സ നേടാവുന്നതാണ്. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും പിൻഡ് കമൻറ്റിലും കാണാം. ഗൈനക്കോളജിസ്റ്റ് അഞ്ജുവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഭക്ഷണത്തിലുള്ള നിയന്ത്രണം, കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിച്ചു, കൂടുതൽ കാർഡിയോ എക്സസൈസിൽ ഫോക്കസ് ചെയ്യാൻ അഞ്ജുവിനെ നിർദ്ദേശിച്ചു, ഐനോസിറ്റോൾ പോലത്തെ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ്റെ അളവ് നോക്കാൻ പറഞ്ഞു, പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 200 ഗ്രാമെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ നിർദ്ദേശിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയതിനനുസരിച്ച് അഞ്ജുവിൻ്റെ ഗട്ട് ബാക്ടീരിയൻ്റെ ബാലൻസും ശരിയായി, ഇൻഫ്ലമേഷൻ കുറഞ്ഞു, ഇൻസുലിൻ റെസിസ്റ്റൻസും കുറഞ്ഞു, അഞ്ജു അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലംസ് എല്ലാം കുറഞ്ഞു വരികയും ചെയ്തു. PCOSൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ തന്നെ കണ്ടെത്താവുന്നതാണ്. ആ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങളുടെ ജീവിതശൈലി മാറ്റാൻ ശ്രമിക്കുക. രോഗലക്ഷണങ്ങളെ മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ശൃംഖലയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനാണ് PCOS ഉള്ള ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡോഫോഡിയിൽ അത്തരത്തിലുള്ള കൺസൾട്ടേഷൻസും നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണാം. ബൈ.